കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പകൽക്കാലം യേശു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 34-ാം സങ്കീർത്തനം 4-ാം വാക്യം: ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിലൂടെ ദാവീദ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവയോട് അപേക്ഷിച്ചപ്പോൾ യഹോവയായിരിക്കുന്ന ദൈവം എനിക്കുത്തരമരുളി. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം ദാവീദിൻ്റെ അപേക്ഷയ്ക്ക് മറുപടി കൊടുക്കാതിരുന്നില്ല. അതിന് തക്ക മറുപടി, ഉത്തരം അരുളി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അപ്പോൾ ഭയങ്ങളിൽ നിന്നൊരു വിടുതൽ വേണമെങ്കിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നരുളി ചെയ്ത കർത്താവിനോട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കും. അപ്പോൾ ഏത് വിഷയത്തിൻ്റെ നടുവിലാണ് ഭയപ്പെടുന്ന ഭയം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകും. ഭയത്തിൽ നിന്നൊരു വിടുതൽ നമുക്കുണ്ടാകും. ദാവീദ് പറയുന്നു, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഏതെല്ലാം മേഖലയിൽ ഭയപ്പെട്ടു, അവിടെയെല്ലാം ഒരു വിടുതൽ യഹോവയായിരിക്കുന്ന ദൈവത്തിൻ്റെ പക്കൽ നിന്ന് തനിക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. ഇന്ന പ്രഭാതത്തിൽ ഏതെല്ലാം വിഷയത്തിൻ്റെ നടുവിലാണ് ഭയപ്പെടുന്നത്? കുഞ്ഞുങ്ങളെ ഓർത്ത്, ഭാവിയെ ഓർത്ത്, രോഗത്തിൻ്റെ അവസ്ഥകളെ ഓർത്ത്, മുമ്പോട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ ഓർത്ത്, എങ്ങനെ മുൻപോട്ട് പോകും എന്ന് ഭാരപ്പെട്ട് ഭയപ്പെടുന്ന അനുഭവങ്ങൾ, ചില വാർത്തകൾ കേട്ട്, ചില കാഴ്ചകൾ കണ്ട്, ചില സംഭവങ്ങൾ കണ്ട് ഭയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ ഭയത്തിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനായ ദൈവം, ആ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കാമോ? ആ കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഈ ഭയത്തിൻ്റെ നടുവിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വിടുവിപ്പാൻ ശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.